Hello friends, this is Ali MC from MCS Online. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മോഷൻ ബാനറാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആനിമേറ്റഡ് പോസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ വർക്കുകൾ നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതേ ലെയറുകളോട് കൂടി അതേ സൈസിൽ നമുക്ക് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് ആനിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാനർ. ഇതിൻ്റെ ഡിസൈൻ വർക്ക് ആദ്യം നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാം. ഇത് കുറച്ചൊരു ലെങ്ത് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം പിക്സലിലേക്ക് മാറ്റിയതിന് ശേഷം പിക്സൽ കൊടുക്കാം. പിക്സലിലേക്ക് ആക്കിയതിന് ശേഷം 1080 പിക്സൽ വിഡ്ത്തും അതുപോലെ ഇവിടെ അതുപോലെ തന്നെ 1080 പിക്സൽ ഹൈറ്റും കൊടുക്കാം. റെസൊല്യൂഷൻ 72 മതി. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു സൈസിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. 1080 വിഡ്ത്ത് അതുപോലെ 1080 ഹൈറ്റ്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ഇമേജ് ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ആ പേജിലേക്ക് മാറ്റാം. മോട്ടോർ എടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ പുതിയ ക്രിയേറ്റ് ചെയ്ത പേജിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. കൺട്രോൾ ടി അടിച്ചതിന് ശേഷം അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാത്തൊരു സൈസ് ഏകദേശം ഈ ഒരു സൈസിൽ ഞാൻ കറക്റ്റ് ചെയ്തു. then നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് ഒരു കളർ ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം കളർ ബോക്സിൽ നിന്ന് നമുക്ക് ഏകദേശം ഈ ഒരു കളർ ഞാൻ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കളർ അതിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബർഗറിന് ചെറിയ രീതിയിലൊരു ഷാഡോ കൂടി ആഡ് ചെയ്യാം. ഷാഡോ ആഡ് ചെയ്യാനായിട്ട് ഞാനിതിൽ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് എൻ അടിച്ച് പുതിയൊരു ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷാഡോ ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രഷ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് ടൂൾ വെച്ചിട്ടാണ് ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു. ദെൻ അതിൻ്റെ ബ്രഷ് ടൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഈ രൂപത്തിലുള്ള എഡ്ജ് സോഫ്റ്റ് ആയിട്ട് രൂപത്തിലുള്ളൊരു ബ്രഷ് ആക്കിയിട്ടുണ്ട്. ദെൻ കളറ് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ബ്രഷിൻ്റെ സൈസ് ഒന്ന് ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടി വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ലെയർ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് അതിനെ സ്കെയിൽ ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാർപ്പൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വാർപ്പ് യൂസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ തന്നെ ഇതിലേക്ക് മാറ്റാം. ഓക്കെ, അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് പോകും. ഈ രണ്ട് ലെയറും കൂടി ഞാൻ മെർജ് ചെയ്തു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് വെക്കാം. മറ്റു ലെയറായിട്ട് അവിടെ ഒന്ന് കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ടെക്സ്റ്റുകൾ അതുപോലെ ലോഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോഗോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഒരു ലോഗോ ഞാൻ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ഡയറക്റ്റ് ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ലോഗോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ PNG ഫയലാക്കി വെച്ചിട്ടുണ്ട്. ആ ലോഗോ ജസ്റ്റ് ഈ ഭാഗത്തായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. നമുക്ക് ചെറിയൊരു സിമ്പിൾ കുറച്ച് കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിലുള്ള ടെക്സ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള ടെക്സ്റ്റ് ഞാൻ ഇവിടെ വേർഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കോപ്പി ചെയ്യാം. കൺട്രോൾ C. ഫോട്ടോഷോപ്പിൽ വന്നു ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. ഇതിൽ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫോണ്ട് ഞാൻ ഇതിൽ റഷ് അവർ എന്നുള്ള ഈ ഒരു ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ കളറ് നമുക്ക് ഒരു വൈറ്റ് കളറാണ് വേണ്ടത്. വൈറ്റ് കളർ കൊടുക്കാം. ഈ ടെക്സ്റ്റുകൾ കംപ്ലീറ്റ് ഒറ്റ ലൈനിലല്ല, ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തു. എന്നിട്ടത് അത് രണ്ടാമത് നമുക്ക് ടൈപ്പ് ടൂൾ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. വിത്ത് മാത്രം വന്നിട്ട് ബാക്കിയുള്ളത് വീണ്ടും കട്ട് ചെയ്തു. കൺട്രോൾ X അടിച്ച് കട്ട് ചെയ്തതാണ്. അതിനെ ഞാൻ നെക്സ്റ്റ് വീണ്ടും ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം
ഇവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ 3 ലൈനായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ വിത്ത് എന്നുള്ളതൊന്ന് ചെറുതാക്കാം. അതുപോലെ ഈ 3 ലെയറും സെലക്ട് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. സൈസും ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഒരു വാട്ടർമാർക്ക് പോലെ ഒരു ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ ടൈപ്പ് ടു കൊടുത്തതിന് ശേഷം ടേസ്റ്റി എന്ന് ഇതാണ് ടേസ്റ്റി. ഇതിൻ്റെ ഫോണ്ട് ഗോതം എന്നുള്ള ഫോണ്ട് കൊടുക്കുകയാണ്. ഗോതം ബോൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. ഗോതം ബ്ലാക്ക്. ഓക്കെ, ഇതിനെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഇതിൻ്റെ ഷേപ്പ് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്കെയിൽ ചെയ്ത് കൊടുക്കാം. സ്കെയിൽ ചെയ്തു ജസ്റ്റ് ഇത്രയും ഈ ഭാഗം അങ്ങനെ കുറച്ച് ഭാഗം അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, അതിന് നമുക്ക് ഒപ്പാസിറ്റി കുറച്ച് വെക്കാം. ഒപ്പാസിറ്റി ഞാനൊരു ഇത്ര വണ്ടി വരും, ഒരു 1 2 3 ഒക്കെ മതിയാവും. ഓക്കെ, ഇത്രയും മതി. ചെറിയ രീതിയിൽ അവിടെ കാണുന്നുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വാട്ടർമാർക്കായിട്ട്. ഇനി നമുക്ക് 2 ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്, ഫ്രഷ് അതുപോലെ ടേസ്റ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണം. റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കളർ നമുക്ക് ഈ ഒരു സെയിം കളറ് കൊടുക്കണം. അതിന് ഇവിടെ ഞാൻ പിക്ക് ചെയ്തു സെയിം കളറ് ഇതുപോലെ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ കോർണർ നമുക്കൊന്ന് ബെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രോപ്പർട്ടീസിൽ ഈ കോർണർ ഒന്ന് ബെൻഡ് ചെയ്തു. ഈ കോർണർ ബെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ പുതിയ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. പഴയ CS6 അതുപോലെ CC 2017 യൂസ് ചെയ്യുന്ന അതിലൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പുതിയ വേർഷനിൽ മാത്രമേ ഇത് കാണുള്ളൂ. അപ്പോൾ അല്ലാത്ത ആളുകൾ അത് പെൻ ടൂൾ വെച്ചിട്ടോ അല്ലെങ്കിൽ റൗണ്ടഡ് കോർണർ റെക്റ്റാങ്കിളൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെയാണ്. അപ്പോൾ ഇതിലുള്ള ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ ആക്കാം. അതുപോലെ ഗോതം ബ്ലാക്ക് ഇത്ര ബോൾഡ് വേണ്ട, നമുക്ക് ബോൾഡ് മതി. ബോൾഡ് മീഡിയം അല്ലെങ്കിൽ ബുക്കോ ഇത്രയും മതി. ഓക്കെ, ബോൾഡ് ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി ഓക്കെ, ഇതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കാം, കുറച്ചും കൂടി കൂടുതലാവും. ഓക്കെ, ഇത്ര മതി തോന്നുന്നു. നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ സെയിം കോപ്പി നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്രഷ് എന്ന് മാറ്റിയിട്ട് ടേസ്റ്റി എന്നാക്കാം. ഇനി വെബ്സൈറ്റ് അഡ്രസ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമുക്കത് സ്മോൾ ലെറ്റർ മതി. ഫോണ്ട് സൈസ് ഒന്ന് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാം. ഓക്കെ, ബുക്ക് മതി. ഇതിന് കറക്റ്റ് പേജിൻ്റെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഗൈഡ് ലൈനൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബട്ടൺ കൂടി ആഡ് ചെയ്യാനുണ്ട്. ബൈനോ നൽകിയ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൂടി ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ റെക്റ്റാങ്കിളിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ എടുക്കുക, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് കളർ വൈറ്റ് കളർ ഫില്ല് ചെയ്യാം. വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ അതിൻ്റെ കോർണർ നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ലെയറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. ഇത് മാത്രമായിട്ടൊന്ന് കാണാം. ഓക്കെ, ഇതിലേക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഓർഡർ നൗ
ക്യാപിറ്റൽ ലെറ്ററിൽ ഓർഡർ നൗൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. കളർ ബ്ലാക്ക് കളറാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബ്ലാക്ക് അല്ലെങ്കിൽ ഈ ഒരു കളർ കൊടുക്കും. അപ്പോൾ ടെക്സ്റ്റ് അതുപോലെ തന്നെ ആ ഷേപ്പും കറക്റ്റ് പേജിൻ്റെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം. കളറ് കറക്റ്റ് ബ്ലാക്കിൽ നിന്ന് കുറച്ചൊന്ന് ഒരു ആഷ് കളറിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഈ ഒരു കളർ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. ബാക്കി ലെയറുകളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പ്രീമിയറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ആദ്യം ഈ ഫയൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക. ബാനർ എന്ന് പറഞ്ഞിട്ട് ബാനർ 1 എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് ലെയറുകൾ മെർജ് ചെയ്യാനുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ട സെപ്പറേറ്റ് ആയിട്ട് ആനിമേറ്റ് ചെയ്യേണ്ടതൊക്കെ സെപ്പറേറ്റ് ലെയറുകളായിട്ട് നമുക്ക് വേണം. അല്ലാത്ത ലെയറുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ മെർജ് ചെയ്യാം. അതായത് ഈ വെബ്സൈറ്റ് അഡ്രസ്സും അതുപോലെ ഈ ലോഗോ ഉള്ള ലെയർ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒറ്റ ലെയറായി മാറി. അതിന് ഞാൻ പേരൊന്ന് ചേഞ്ച് ചെയ്യാം. ലോഗോ ഒന്ന് പേര് കൊടുത്തു. അങ്ങനെ ഓരോ ലെയറിന് നമുക്ക് ഓരോ പേരുകൾ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ ബട്ടൺ നമുക്കിവിടെ ബട്ടണിലുള്ള കണ്ടൻറ്റ് ഈ റെക്റ്റാങ്കിളും ഈ ഓർഡർ എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തു. അത് നമുക്ക് ഒരുമിച്ച് ആനിമേറ്റ് ചെയ്യാനുള്ളതാണ്. അതിൽ സെപ്പറേറ്റ് ആനിമേഷൻ ഉള്ള, അതുകൊണ്ട് അതിനെ ഞാൻ മെർജ് ചെയ്തിട്ട് ഇവിടെ ബട്ടൺ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അപ്പോൾ അതൊരു ലെയർ, ലോഗോ ഒരു ലെയർ. ഓക്കെ, അത് ഹൈഡ് ചെയ്ത് വെച്ചു. ഇനി ഈ ടെക്സ്റ്റുകൾ ഇത് ഓൾറെഡി ലെയർഡാണ്. ഈ ബർഗർ ഓൾറെഡി ഒറ്റ ലെയറാണ്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ആനിമേറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതിനെ ബർഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ലെയറാക്കി. ഇനിയുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബർഗർ വിത്ത് ഗ്രീൻ ലീഫി എന്നുള്ള ആ ടെക്സ്റ്റ് 3 ലെയറുകളായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. 3 ലൈനായിട്ടാണുള്ളത്. അതിനെ കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് കൺട്രോൾ കൊടുത്തിട്ട് മെർജ് ചെയ്തു. അതിന് ഗ്രീൻ ലീഫി അങ്ങനെ തന്നെ ഒന്നുകൂടെ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊരു PST ഫയൽ നമ്മളെ വർക്ക് ഫയൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് തിരിച്ച് ബാക്കോട്ട് എടുക്കാൻ പറ്റില്ല. ടെക്സ്റ്റ് ഒക്കെ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാ ലെയറായി മാറും. പിന്നീട് അതിൽ എഡിറ്റിംഗ് നടത്താൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ഒരു ഫയൽ എന്തായാലും സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി ഈ ഫ്രഷ്, അപ്പോൾ ഇതൊരു ലെയറായി. ഇനി ഫ്രഷ് എന്നുള്ളത് അതിൻ്റെ ആ ഷേപ്പും കൂടി ഒറ്റ ലെയറാക്കാം. ഇത് ഫ്രഷ് എന്നുള്ളത് ഒറ്റ ലെയറായി. പിന്നെ അതുപോലെ ഈ ടേസ്റ്റി എന്നുള്ളതും അതിൻ്റെ റെക്റ്റാങ്കിളും അത് സെലക്ട് ചെയ്തു. അത് ടേസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ലെയറായി മാറി. പിന്നെ ഇവിടെ ഒരു വാട്ടർമാർക്ക് വരുന്നുണ്ട്. ആ വാട്ടർമാർക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ മെർജ് ചെയ്യാം. ഈ ടേസ്റ്റി എന്നുള്ള ഈ ഒരു ലെയറും ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മെർജ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അതുപോലെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഈ ടേസ്റ്റ് എന്നുള്ള ലെയറും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കൊടുക്കുക. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനിമേറ്റ് ചെയ്യേണ്ട ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ബട്ടണിനോട് വേറെ കിട്ടി. ലോഗോ നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ട അതൊക്കെ. എന്നിട്ട് നമുക്ക് ഇതിന് വേറെ സേവ് ചെയ്യാം. ഇതൊരു വേറെ ഫോർമാറ്റിൽ ഞാൻ ബാനർ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. പ്രീമിയർ ഓപ്പൺ ആയതിന് ശേഷം നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഫോൾഡർ ഞാനവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോഷൻ ബാനർ എന്നുള്ള ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇതിനൊരു പേര് കൊടുക്കാം. പേര് നമുക്ക് എന്തെങ്കിലും ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ബർഗർ എന്ന് കൊടുക്കും. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു. പുതിയതായിട്ടുള്ള ഒരു വർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു PST ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാനർ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റത്തെ ഫയൽ, അതായത് ലെയറുകൾ മെർജ് ചെയ്ത ഫയൽ സേവ് ചെയ്തിട്ടുള്ളത്. ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ കൊടുക്കാം. ഇങ്ങനെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് മെർജ്ഡ് ഓൾ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ആയി നിൽക്കുന്നത്. അത് മാറ്റിയിട്ട് ഇൻഡിവിജ്വൽ ലെയേഴ്സിനാക്കി കൊടുക്കുക. അതായത് ഓരോ ലെയറുകൾ നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ലെയേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇൻഡിവിജ്വൽ ലെയേഴ്സ് ആയിട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഒരു ഫോൾഡർ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ലെയറുകളായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഇവിടെ കാണാം. ഇനി ചെയ്യേണ്ടത് ഇതേ ലെയറുകൾ നമുക്ക് ഈ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ് വേണ്ടത്. ആദ്യം നമുക്ക്
1 by 1 ആയിട്ട് ഓരോ ഓർഡറിൽ നമ്മൾ ചെയ്യുന്ന ഓർഡറിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ഇങ്ങനെ ഡ്രാഗ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ സീക്വൻസ് നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ അതേ സൈസിലായിരിക്കും ഈ സീക്വൻസ് വന്നിട്ടുണ്ടാവുക. അതായത് ആ ഒരു പോസ്റ്ററിൻ്റെ സൈസിലുള്ള ഒരു വീഡിയോ സീക്വൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് എത്ര ടൈം വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്കിതിൻ്റെ ലെങ്ത്ത് കൂട്ടി വെക്കാം. ഒരു 5 സെക്കൻഡാണ് എനിക്ക് വീഡിയോ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സൈസിലേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് ഇനി അടുത്ത് നമുക്ക് ഇതിൽ വരേണ്ടത് ഒരു ആ ബർഗറിൻ്റെ ലെയർ ആഡ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ആ ഓർഡറിൽ തന്നെ നമുക്ക് ചെയ്യാം. ഈ ഒരു ടെക്സ്റ്റ് മുകളിൽ വരുന്ന ആ ടെക്സ്റ്റ് പോർഷൻ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ വരുന്ന ഫ്രഷ് അതുപോലെ ആ 2 ലെയറുകളെ ആഡ് ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് ടേസ്റ്റി എന്നുള്ള ലെയർ. ഓക്കെ, ഇത്രയും ലെയറുകൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ബട്ടൺ നമുക്ക് അവസാനം ആനിമേറ്റ് ചെയ്യാനുള്ളതാണ്, ഇത് ലാസ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ ഈ ലോഗോ വരുന്ന ഭാഗം നമ്മൾ ആനിമേഷൻ ചെയ്യുന്നില്ല, അത് നമുക്ക് നെക്സ്റ്റ് അടുത്ത ടൈമിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. സ്റ്റാർട്ടിങ്ങിൽ ആനിമേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബ്ലാങ്ക് ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആദ്യം ആ ഒരു ബർഗർ അവിടെ വന്നു, അതിന് ശേഷമാണ് ടെക്സ്റ്റ് വന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ചെയ്യാം. ഈ ബാക്കി ലെയറുകളൊക്കെ ഞാൻ കുറച്ചൊന്ന് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ബർഗർ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ബർഗറിനാണ് ആദ്യം, ഈ ഒരു ലെയറിനാണ് ആദ്യം ആനിമേഷൻ വേണ്ടത്. അതിനെ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാം. ഒരു ഏകദേശം നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കും. അവിടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് Ctrl+K പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂൾ എടുത്തിട്ട് റാസർ ടൂൾ വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ കീബോർഡിൽ Ctrl+K യൂസ് ചെയ്താൽ മതി. അവിടെ ഒരു കട്ടിങ് കൊടുത്തു. ആ കട്ടിങ്ങിനകത്ത് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എഫക്ട്സിൽ പോയി അതിൽ ഈ പ്രീസെറ്റിൽ വരിക. പ്രീസെറ്റിൽ നമുക്ക് ഇതിലില്ലാത്തൊരു എഫക്റ്റാണ്, ഇതിലേക്ക് ആഡ് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് പ്രീസെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് പ്രീസെറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫോൾഡറിൽ തന്നെ ഇട്ടിട്ടുണ്ട് മോഷൻ ബാനർ. ഈ ഒരു എഫക്റ്റാണ്, എഫക്റ്റ് പ്രീസെറ്റ് ഞാൻ ഗിൽറ്റ് ആൻഡ് ഡിസ്റ്റോർഷൻ എന്നുള്ള ഈ എഫക്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് ഇവിടെ പുതിയൊരു ഫോൾഡറായിട്ട് വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. എഫക്റ്റ് പ്രീസെറ്റിനകത്ത് ഒരു ഫോൾഡറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓരോ എഫക്റ്റുകൾ നമുക്ക് ഇതിലിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നോക്കാം. ഈ ഫസ്റ്റത്തെ കട്ട് ചെയ്ത പോർഷനിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റിലുള്ള ഈ ഒരു എഫക്റ്റാണ്. ടോട്ടൽ ചോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എഫക്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഈ ആ ലെയറിന് നമുക്ക് ആ ഒരു എഫക്റ്റ് കൊടുത്തു. ഇനി ബാക്ക്ഗ്രൗണ്ടിലേക്കും ചെറിയ രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചൊന്ന് ചോദിച്ചു. ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ഒരു ഏകദേശം ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ്. Ctrl+K പ്രസ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ തൊട്ട് മുമ്പുള്ള ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് വന്നു ഈ ലെയർ. ഓക്കെ, അതിൻ്റെ ശേഷം നമുക്ക് ടെക്സ്റ്റ് വരണം. നമുക്ക് മുകളിലുള്ള ആ ഒരു ടെക്സ്റ്റാണ് വരേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തുന്ന സമയത്ത് ആ ടെക്സ്റ്റ് കാണേണ്ടത് ഈ ഒരു ടെക്സ്റ്റ്. അപ്പോൾ ബാക്കി ലെയറുകൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ Ctrl+K പ്രസ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തും Ctrl+K പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പോർഷനിൽ നമുക്ക് ആ എഫക്റ്റ് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഫക്റ്റ് തന്നെ ഞാൻ ഇവിടേക്കും ആഡ് ചെയ്യാണ്. നമുക്ക് നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാലുള്ളത് തന്നെ അടുത്ത ഓരോന്നോരോന്നായിട്ട് ഇവിടെ നമുക്ക് ചെയ്യാം.
ഇത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ലെയർ പ്ലേസ് ചെയ്യാം. കുറച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ Ctrl+K പ്രസ് ചെയ്യാം. ഇതിലേക്ക് സെയിം എഫക്റ്റ് തന്നെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ലെയർ ഇവിടെ പ്ലേസ് ചെയ്യാം. കുറച്ചും കൂടി നീക്കി വെച്ചതിന് ശേഷം Ctrl+K അടിക്കാം. അതിലും സെയിം എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ലെയറിൽ നമ്മൾ ആനിമേഷൻ എഫക്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എഫക്റ്റുകൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ചെറിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ആനിമേഷനും കൂടി നമുക്ക് ചെയ്യാം. ഈ ഒരു കട്ടിങ്ങിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഇതിനെ ഈ ഒരു ലെയറിനെ ഒന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ആ ഒരു ബർഗറിനെ ചെറുതായിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യും. ബർഗറിൻ്റെ ഈ ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ എഫക്റ്റ് കൺട്രോൾസിൽ വരിക. എഫക്റ്റ് കൺട്രോൾസിൽ വന്നതിന് ശേഷം പൊസിഷൻ ആണ് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പൊസിഷൻ എന്നുള്ളത് അതിൻ്റെ കീ ഫ്രെയിം ഒന്ന് ടോഗിൾ ആനിമേഷൻ എന്നുള്ളതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിങ്ങനെ പ്ലേ ചെയ്ത് അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ അങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ മതി. അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം വന്നു, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം വന്നു. ഈ എൻഡിങ്ങിൽ ഇതിൻ്റെ ആനിമേഷൻ എന്താണോ നമുക്ക് വേണ്ടത്, ആ ഒരു മൂവ്മെൻറ്റ് എന്താണോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊരു ആനിമേഷൻ ആയിട്ടുണ്ടാകും. ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിങ്ങിലേക്കുള്ളത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വലുതായി കണ്ടു നോക്കാം. ഓക്കെ, പ്ലേ നോക്കാം. ഓക്കെ, ചെറിയ രീതിയിലൊരു റൈറ്റിലേക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ടെക്സ്റ്റിൻ്റെ ലെയറിലും നമുക്ക് ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് കൊടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കാം. അതായത് ആ ടെക്സ്റ്റ് ലെയർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തു. അതിന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തു പൊസിഷനിൽ. എന്നിട്ട് ലാസ്റ്റിലേക്ക് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റിൽ എത്തുന്ന രൂപത്തിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് നമ്മൾ നേരത്തെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആനിമേറ്റ് ചെയ്തത്. ഇതിന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ചെയ്യാം. അതായത് ഓക്കെ, ഈ ഭാഗത്തേക്ക് ലെഫ്റ്റിലേക്ക് ആനിമേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ചെറിയ രീതിയിൽ ഒരു ലെയർ ലെഫ്റ്റ് ടു റൈറ്റിലേക്കും മറ്റൊരു റൈറ്റ് ടു ലെഫ്റ്റിലേക്കും ചെറിയ രീതിയിലൊരു ആനിമേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അവസാനത്തിലേക്കുള്ള ആ ഒരു ബട്ടണും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ബട്ടൺ നമുക്ക് ഏകദേശം ഇത്രയും പ്ലേ ചെയ്ത് ഏകദേശം ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ബട്ടൺ ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ലെയറുകൾ കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സൈസിലേക്കൊന്ന് കുറച്ച് കൊടുക്കത്തിന് സൈസ് മതി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് ബട്ടൺ ആനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബട്ടൺ എന്നുള്ള ലെയർ തിരിച്ച് നമ്മളെ പ്രൊജക്റ്റിലേക്ക് വരാം. അതിൽ ആ ബട്ടൺ എന്നുള്ള ലെയർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യുക, അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും സൈസിലാണ് ബട്ടൺ ഉള്ളത്. ബട്ടൺ നമുക്ക് ചെറിയ രീതിയിൽ ആനിമേഷൻ കൊടുക്കണം, മോഷൻ എഫക്റ്റ് കൊടുക്കാം. അതായത് നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ആനിമേറ്റ് ചെയ്യാം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരാം. എന്നിട്ട് നമുക്ക് സ്കെയിലിൻ്റെ കീ ഫ്രെയിം ഓൺ ചെയ്യാം. ടോഗിൾ ആനിമേഷൻ എന്നുള്ളത് ഓൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ടാവും. അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി വെക്കാം. അങ്ങനെ സൂം ചെയ്ത് വരുന്ന പോലെ വലുതായി വരുന്ന പോലെ ഒരു ആനിമേഷനാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് വെച്ചു. എന്നിട്ട് അവസാനത്തിലേക്ക് വെക്കുക. അവസാനത്തിലേക്ക് നമുക്ക് അതിനെ സൂം ഇൻ ചെയ്ത് വരുന്ന പോലെ എത്രയാണോ വേണ്ടത് 100 വെച്ചു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആനിമേഷൻ ആയിട്ടുണ്ടാവും ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആനിമേഷൻ ഉള്ളത്. നമുക്കൊന്നുകൂടി ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് മുതൽ പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ലെയറും കൂടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ആനിമേഷനൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല. ലോഗോ അതുപോലെ വെബ്സൈറ്റ് അഡ്രസ്സ്, അത് രണ്ടും കൂടി ഒറ്റ ലെയറാണ്. ആ ലെയറും കൂടി ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈസ് ഒന്ന്
ലെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആനിമേഷൻ ഓക്കെ. ഇനി ഇതിലേക്കുള്ള സൗണ്ട് എഫക്റ്റുകൾ കൂടി നമുക്ക് ആഡ് ചെയ്താൽ കംപ്ലീറ്റ് ആയി. സൗണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സൗണ്ടും നേരത്തെ ആഡ് ചെയ്ത എഫക്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഉണ്ടാവും. സൗണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു മ്യൂസിക് എന്നുള്ള ഫോൾഡർ ആക്കിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 3 ഫയലും ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇതിൽ ആദ്യത്തിലുള്ള ഈ ഒരു സൗണ്ട് ഞാനിവിടെ ആഡ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ട്രാക്കിൽ ആഡ് ചെയ്തു. ഓക്കെ, ട്രാക്ക് ഒന്ന് സൂം ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് സൗണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. സെക്കൻഡ് നമുക്ക് ഈ ടെക്സ്റ്റ് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു സൗണ്ട് അടുത്ത സൗണ്ട് എഫക്റ്റ് വരുന്നു. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്യാണ്. Ctrl+K അടിച്ച് കട്ട് ചെയ്തു. ബാക്കി വരുന്ന ഭാഗം ഡിലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ഈ ഒരു എഫക്റ്റ്, ഈ ഒരു സൗണ്ട്, സോറി, രണ്ടാമത്തെ ഈ ഒരു 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് കൊടുക്കാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത്. ആ എഫക്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സൗണ്ട് എഫക്റ്റ് നമ്മൾ കൊടുത്തു. ഇനി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഞാൻ ഇവിടെ ഒരു മ്യൂസിക് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ തന്നെ ഡൗൺലോഡ് ചെയ്തൊരു യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിലുള്ളൊരു മ്യൂസിക്കാണ്, ഒരു സൗണ്ട് എഫക്റ്റാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. അത് കുറച്ച് ലെങ്തി മ്യൂസിക്കാണ്, ഞാനിവിടെ ആഡ് ചെയ്തു. ഇത്ര ലെങ്ത്തിൽ നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ മുതലൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗം മാത്രം കൊണ്ടുവരാം. കട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് പോർഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റിലുള്ള ഭാഗം ഞാൻ ഫ്രണ്ടിലേക്ക് വെച്ചു. ട്രാക്ക് ഒന്ന് സൂം ചെയ്യാം. ട്രാക്ക് സൂം ചെയ്തു. ഓക്കെ, കുറച്ചും കൂടി കട്ട് ചെയ്യാൻ തോന്നുന്നു. അതിൽ എൻഡിങ്ങിൽ എന്തായാലും ഇവിടെ വരെ മതി. ഇവിടെ അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്യാം. Ctrl+K കൊടുത്തു. ലാസ്റ്റ് പോർഷൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ എൻഡിങ് ആണ് കറക്റ്റ് നടക്കുന്നത്. എപ്പോഴും സൗണ്ടിനനുസരിച്ചായിരിക്കണം നമ്മൾ ആനിമേഷൻ വീഡിയോ ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഈ ഒരു എൻഡിങ് കണക്കാവുന്ന രൂപത്തിൽ, ഓക്കെ ആവുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സ്റ്റാർട്ടിങ്ങും ഇവിടേക്ക് ആഡ് ചെയ്യും. പ്ലേ നോക്കാം. അപ്പോൾ നോക്കാം, ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്ക്രീൻ വലുതാക്കിയിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് ഓക്കെ. അപ്പോൾ ഇനി ഇതിന് നമുക്കൊരു വീഡിയോ ഫയൽ ആക്കിയിട്ട് മാറ്റാം. അതിനായിട്ട് ഞാൻ ഫയലിൽ പോവാണ്. ഫയലിൽ Ctrl+M അടിച്ചാൽ മതി. അതിൻ്റെ ഷോർട്ട് കട്ടായിട്ട് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫയലിൽ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള മെനു പോകുക. എക്സ്പോർട്ടിൽ മീഡിയ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ടായിട്ടാണ് Ctrl+M യൂസ് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കുറച്ച് വാല്യൂസ് സെലക്ട് ചെയ്യണം. ഇവിടെ ഞാൻ വീഡിയോ ഫോർമാറ്റായിട്ട് H.264 എന്നുള്ളത് സെലക്ട് ചെയ്തു. പ്രീസെറ്റിൽ നമ്മൾ മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യാം. അവിടെ നമ്മൾ 1080p അതുപോലെ HD സൈസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈഡ് സ്ക്രീൻ ആയിട്ട് മാറും. നമുക്ക് ഈ ഒരു ബാനറിൻ്റെ അതേ സൈസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മാച്ച് ദ സോഴ്സ് കൊടുത്താൽ പറ്റും. നമ്മൾ ചെയ്ത അതേ സൈസിൽ തന്നെ വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഇവിടെ ഔട്ട്പുട്ട് നെയിം എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സേവ് ചെയ്യാനുള്ള പേര് കൊടുക്കാൻ പറ്റും. ബാനർ ആനിമേഷൻ ആണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്, അതൊക്കെ. പിന്നെ അതുപോലെ സേവ് ചെയ്യേണ്ട ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഫോൾഡർ, നമ്മൾ ഈ ഒരു ഫോൾഡർ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാനർ ആനിമേഷനുള്ള പേര് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ താഴെ എക്സ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എക്സ്പോർട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു ഫോൾഡർ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, ഇതാണ് ആ വീഡിയോ ഫയൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ചെറിയ രീതിയിലുള്ള ആനിമേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റുകൾ, ഇതുപോലെ കൂടുതൽ എഫക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഡോബ് പ്രീമിയർ അതുപോലെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണ് നല്ലത്. പിന്നെ അതുപോലെ ഈ ഒരു വർക്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ എഫക്റ്റ് പ്രീസെറ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ അത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.